ഹായ് ഓൾ. അപ്പം നമ്മൾ വർക്ക് എനർജി പവറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. എ ബോൾ ഓഫ് മാസ് ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ക്ലിഫ് ഓഫ് ഹൈറ്റ് h. The ratio of its kinetic energy to the potential energy when it is fallen through a height 3/4 h is. അപ്പോൾ നമ്മൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യം ടോട്ടൽ എന്താണ്, മെക്കാനിക്കൽ എനർജി ഈസ് ഓൾവേസ് എന്താണ് കൺസർവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ദ മാസ് ബോഡി വിച്ച് ഈസ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദി ഗ്രൗണ്ട്, ക്യാപിറ്റൽ H ഫ്രം ദി ഗ്രൗണ്ട്. ഇറ്റ് ഈസ് ഫാളൻ ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് h/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാണുന്ന ഹൈറ്റ് നമുക്ക് സ്മോൾ h എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 3/4 h എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിലെ, അതായത് ഈ കാണിച്ചിരിക്കുന്ന B എന്ന് പറയുന്ന പോയിന്റിലെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ h ഹൈറ്റിൽ നിന്നും എന്താണ് വീഴുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ഈ ഹൈറ്റിൽ അയാളുടെ കയ്യിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഞാൻ TE എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു m/g/h, ക്യാപിറ്റൽ H ആണ് അല്ലേ. അതേസമയം അത് ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കതിങ്ങനെ എഴുതാം m/gh പ്ലസ് ഹാഫ് ഇൻറ്റു m/v² ദാറ്റ് h. കാരണം ആ പോയിന്റിലെത്തുന്ന സമയത്ത് ആ ബോഡിക്ക് ഇവിടെ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി ഡ്രോപ്ഡ് ആണെങ്കിൽ അത് 0 ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെലോസിറ്റി കൂടി വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് എൻ ആക്സിലറേറ്റഡ് മോഷൻ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ലോ പ്രകാരം ഈ ടോട്ടലുകൾ എപ്പോഴും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, അക്കോർഡിംഗ് ടു കൺസർവേഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, LCME നമുക്ക് എഴുതാം. LCME ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ടോട്ടൽ എനർജി അറ്റ് A is equal to total energy at B. ഓക്കെ, ഇതാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ ഫ്രം ദാറ്റ് ടോട്ടൽ എനർജി അറ്റ് A ഈസ് m/g/h ആണ്. m/gh is equal to mgh പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം, ഹാഫ് m/v²h എന്ന് കൊടുത്തേക്കാം. ഈ കാണുന്ന ഇക്വേഷൻ കോമൺ ആയിട്ടുള്ള നമ്മൾ കളഞ്ഞാൽ നമുക്കറിയാം ഇവിടെ m നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആണ്, കളഞ്ഞേക്കാം. സോ ഹിയർ gh മൈനസ് gh ഇസ് ഈക്വൽ ടു v²h/2 എന്ന് കൊടുത്തേക്കാം. സോ v²h ഇസ് ഈക്വൽ ടു 2g ഇൻറ്റു ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h എന്ന് നമുക്ക് കിട്ടും ഈ ഒരു കണ്ടീഷനിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്താണ്, റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു ദി പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം therefore കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് ഹൈറ്റ് ടു ദി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് ഹൈറ്റ്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് ഹൈറ്റ് നമുക്കിങ്ങനെ എഴുതാം. കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് ഹൈറ്റ് ഈസ് ഹാഫ് ഇൻറ്റു m/v²h ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി ഈസ് m/g/h. ഓക്കെ, ഇവിടെ v²h എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു m/v²h പകരം ഞാൻ 2g ഇൻറ്റു ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h ഹോൾ ഡിവൈഡഡ് ബൈ mgh എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് mg കട്ട് ചെയ്തു, എല്ലാം കട്ട് ചെയ്തു. ബാക്കി നമുക്കിവിടെ എത്രയാണ്, h മൈനസ് h ഡിവൈഡഡ് ബൈ h ഉണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കാം, ഈ സ്മോൾ h എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. സ്മോൾ h ഈസ് എന്താണ്, 3/4 ഓഫ് എന്താണ്, ക്യാപിറ്റൽ H ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ക്യാപിറ്റൽ H ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ക്യാപിറ്റൽ H ഇസ് ഈക്വൽ ടു 4/3 ഓഫ് എന്ത് കൊടുക്കാം, നമുക്ക് സ്മോൾ h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇഫ് സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് 4/3h മൈനസ് h ഡിവൈഡഡ് ബൈ എന്താണ് h. നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഉണ്ടാകുക 4/3 - 1 ആണ്. സോ യുവർ ആൻസർ ഈസ് 1/3.
അപ്പം ഈ കാണുന്ന റേഷ്യോ കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് ഹൈറ്റ് വേഴ്സസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് ഹൈറ്റ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1:3 ആണ് നമുക്ക് കിട്ടുന്നത്. സോ റൈറ്റ് ഓപ്ഷൻ വിൽ ബി 1:3. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ പ്രോബ്ലം ചെയ്യാൻ ഉള്ള പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു ആവശ്യം കണ്ടിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ന്യൂമറിക്കൽ സൈഡ് അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് എങ്ങനെ ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ റോഡ് ഓഫ് മാസ് എം and length L is placed in a horizontally position. Find the work done by the external force against gravity to alter its configuration from horizontal position to vertical position. അപ്പം ഹൊറിസോണ്ടൽ പൊസിഷൻ നിന്ന് എങ്ങോട്ട്? വെർട്ടിക്കൽ പൊസിഷനിലേക്ക് നമ്മൾ ഒരു റോഡിനെ നമ്മൾ ഉയർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന പോലെ ഒരു റോഡ് എടുക്കാം. ദിസ് ഈസ് ദാറ്റ് റോഡ്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് അസ്യൂം ചെയ്യാം. ലെങ്ത് ഈസ് നമുക്ക് എൽ എന്നങ്ങ് അസ്യൂം ചെയ്യാം. സോ ലെങ്ത് ഈസ് എൽ. ലെങ്ത് ഈസ് എൽ. ഓക്കെ, ഈ കാണുന്ന റോഡിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ കിടപ്പുണ്ട്. റോഡിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്ന് കരുതിക്കുക. അപ്പം നിങ്ങൾ ഈ റോഡിനെ ഉയർത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോണത്? അതിൻ്റെ ആ റോഡിൻ്റെ സ്റ്റേറ്റസ് ഇപ്പം ഇതൊരു പോയിൻ്റാക്കി എടുക്കുകയാണെങ്കിൽ ഇതാ ഈ രീതിയിൽ അത് ഉയർന്നു നിൽക്കും. അങ്ങനെ നിൽക്കുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ എത്തി? ഇതാ ഇവിടെ എത്തി അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സെൻറ്റർ ഓഫ് മാസ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്റർ ഓഫ് മാസ് ആക്ച്വലി ആ നിന്ന പോയിന്റിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടാവുക? ഹാഫ് ഓഫ് ദ ഹൈറ്റ് അല്ലേ വരിക? ദാറ്റ് ഈസ് എൽ. എന്താണ് നമുക്കിങ്ങനെ കൊടുക്കാം? ഇറ്റ് ഈസ് L/2. ദാറ്റ് ഈസ് യുവർ H. അപ്പം സെൻറ്റർ ഓഫ് മാസ് ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ് ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദി റോഡ്. ഇങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു M×G×H ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് കൊടുക്കാം. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഫൈനൽ എന്താണ്? UF - UI ആണ്. ഈ UF എന്ന് പറയുന്നതാണ് നമ്മൾ mg×h. ഓക്കെ, H2 മൈനസ് എന്താണ്? mg×h1 എന്ന് എഴുതാം. അവിടെ H1 എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ തന്നെയാണ്, 0 ആണ്. H2 എന്ന് പറയുന്നത് എത്രയാണ്? L/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ആൻസർ വിൽ ബി mg×L Hന് പകരം L/2 -0. സോ യുവർ ആൻസർ ഈസ് mg/2 ഈസ് യുവർ വർക്ക് ഡൺ. ഇതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ, mg/2. ഓക്കെ, ഈസ് ദ വർക്ക് ഡൺ. അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ സ്പ്രിംഗ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് 100 Nm/m ഈസ് സ്ട്രെച്ച്ഡ് ബൈ 5 cm. ദ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ്. അപ്പം സ്പ്രിങ്ങിൻ്റെയൊക്കെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്പ്രിംഗ് ഫോഴ്സ് ഒരു വേരിയബിൾ ഫോഴ്സാണ് അല്ലേ? ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. അപ്പം സ്പ്രിംഗ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് സ്ട്രെച്ച്ഡ് ബൈ 5 cm എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യപ്പെട്ട വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ കൊടുക്കാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഗെയിൻ ഇൻ എന്തായിരിക്കും? ഗെയിൻ ഇൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗെയിൻ ആയിരിക്കും. അപ്പം അത് നമുക്കറിയാം കണ്ടുപിടിക്കാൻ. ഹാഫ് kx² ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ k എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ വാല്യൂ ആണ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 100 ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് നമുക്കതിന് എന്ത് ചെയ്യണം? മീറ്ററിലോട്ട് മാറ്റണം. സോ ഇറ്റ് ഈസ് 1/5/100² എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം 1/2 × 100 × 25
അല്ലേ, ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം 100 × 100 എന്ന് കൊടുത്തേക്കാം. ഓക്കെ, സോ ക്യാൻസൽ ദിസ് വൺ, യു വിൽ ഗെറ്റ് എത്രയാണ് 25 എത്ര തൊട്ട് നമുക്ക് 200 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. ഓക്കെ, 1/8. 1/8 എന്ന് പറയുമ്പം നമുക്കറിയാം അപ്രോക്സിമേറ്റ്ലി 0.14 അല്ല സോറി 0.12 എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ ഒന്നുകൂടി ആക്യുറസിയിലേക്ക് പോവുകയാണെങ്കിൽ 0.125 എന്താണ് ജൂൾസ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ. So now this is the next question. A car of mass 1000 kg moving with a speed 18 km per hour on a smooth road and colliding with a horizontally mounted spring of spring constant 6.25 into 10 raised to 3. 6.25 into 10 raised to 3 Newton per meter. The maximum compression of the spring ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു കൺസർവേഷൻ ഓഫ് എനർജിയാണ്. കാരണം ഫാസ്റ്റ് മൂവിങ് കാർ എന്ന് പറയുമ്പം അതിൻ്റെ കയ്യിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന എനർജി ആയിരിക്കും. അത് ഒരു സ്പ്രിങ് ചെന്ന് ഇടിക്കുന്ന സമയത്ത് അത് 0 ആകുമ്പം എന്താ സംഭവിക്കാൻ പോണത്, അത് സ്പ്രിങ്ങിനകത്തോട്ട് അതിനകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമ എന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ആ രണ്ട് എനർജികൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ കംപ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം എനർജി ഓഫ് വെഹിക്കിൾ, ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് ദി വെഹിക്കിൾ എത്രയാണ് നമ്മൾ ഇക്വേഷൻ 12 × m × v² ആണ് ഉണ്ടാവുക. അതേസമയം എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്പ്രിങ് നമ്മൾ പഠിച്ചത് 12 × kx² ആണ്. അപ്പം കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് 0 ആകിയാൽ മാത്രമേ ഉള്ളൂ മാക്സിമം കംപ്രഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പം കൈനറ്റിക് എനർജി 0 ആകുന്നൊരു സിറ്റുവേഷനിൽ ആ മൊത്തം എനർജി കൺസർവേഷൻ ഓഫ് ലോ പ്രകാരം അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം 12 × m × v² = 12 × k × x². ഹാഫ് ക്യാൻസൽ ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ mv²/k is equal to നമുക്ക് എന്ത് കൊടുക്കാം, x² എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ x is equal to √of നമുക്ക് എന്ത് ചെയ്യാം m × v² എന്ത് കൊടുത്തേക്കാം, k എന്ന് കൊടുത്തേക്കാം. ഇതാണ് മാക്സിമം കംപ്രഷൻ ഈ ഒരു കാര്യത്തിൽ കിട്ടാൻ പോണത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് 1/1 ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 kg ആണ്. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 18 km/h ആണ്. അപ്പോൾ 18 km/h എന്ന് പറയുമ്പം 18 km/h is equal to 18 × 5/18 m/s കേട്ടോ. അങ്ങനെയാണ് എത്ര ഉണ്ടാവും, 5 m/s ഉണ്ടാവും ആ വെലോസിറ്റി. ഓക്കെ, അതായത് km/h നമ്മൾ m/s കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 5² എന്നാണ് നമുക്ക് വരിക, 25 വരും. താഴെ k വാല്യൂ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ദെയർ 6.25 × 10⁻³ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനകത്ത് നമുക്കിനി എഴുതാം 1000 × 25 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 625 × 10 എന്ന് കൊടുത്തേക്കാം. ഓക്കെ, കാരണം 10⁻³ ആണ്, അതിന് ഞാൻ 625 × 10 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലൊരു 0 അങ്ങ് കട്ട് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100ൻ്റെ √10 വരും, 25ൻ്റെ √5 വരും, 625ൻ്റെ √25 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 50 ഡിവൈഡഡ് ബൈ എത്ര കിട്ടി, 25 എന്ന് കിട്ടും. സോ യുവർ ആൻസർ ഈസ് എത്രയാണ്, 2 മീറ്റർ. അപ്പം അവിടെ ഉണ്ടാവുന്ന മാക്സിമം കംപ്രഷൻ എത്ര മീറ്റർ ആയിരിക്കും, 2 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. എ പമ്പ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ക്യാൻ പമ്പ് അപ്പ് വാട്ടർ ടു ഫിൽ എ ടാങ്ക് ഓഫ് വോളിയം 30 m³ in 15 minutes. If the tank is 40 meter above the ground and the efficiency of the pump is 30%, how much electric power is consumed by the pump? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി നമുക്കറിയാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഔട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻ
ഇൻറ്റു 100 അല്ലേ, ഇതാണ് നമ്മുടെ എഫിഷ്യൻസി. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ പവർ ഇൻ ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഇൻ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന വാല്യൂസിന് അല്ലേ, പവർ ഇൻ എന്ന് പറയുമ്പം ഇപ്പം 30% എഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന വാല്യൂന് ഇങ്ങനെ എഴുതാം, പി ഔട്ട് ഇൻറ്റു അല്ലേ 100 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കൊടുത്തേക്കാം, 30 എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അതായത് ഈ കാണുന്ന എന്താണ് ഇൻപുട്ട് പവറിൻ്റെ 30% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ഔട്ട്പുട്ട് പവറായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് പവർ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന ഔട്ട്പുട്ട് പവർ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈ കാണുന്ന 100/30 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, കാരണം എഫിഷ്യൻസി 30% എന്ന് പറഞ്ഞാൽ ഓരോ 100 ജൂൾ എനർജിയിലും 30 ജൂളാണ് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം അതിനെ റിവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പി ഇൻ കിട്ടും. ഇനി പി ഔട്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ഔട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. പി ഔട്ട് ഇസ് ഈക്വൽ ടു അവിടെ നടന്ന വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ് അല്ലേ. അപ്പം ഈ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഹൈറ്റിലോട്ട് വാട്ടറിനെ എത്തിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം ആക്കി മാറ്റാം. മാസിനെ ഞാൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതും, ജി ഇൻറ്റു എച്ച് എന്ന് എഴുതും. കാരണം ഈ ക്വസ്റ്റ്യനകത്ത് വോളിയമാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 30 ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് കോൺസ്റ്റൻ്റ് ആണ്, 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, ആൻഡ് ജി ഈസ് 10, ഹൈറ്റ് ഈസ് 40 ഹോൾ ഡിവൈഡഡ് ബൈ 15 മിനിറ്റാണ് ടൈം പറഞ്ഞിരിക്കുന്നത്, 15 × 60. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്തേക്കാം. ഇവിടെ നമുക്ക് 2 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു 0 അങ്ങ് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് എത്ര 2 ഇൻറ്റു എന്താണ് 40, 80 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം, 6 എന്ന് കൊടുക്കാം. അതിന് വേണമെങ്കിൽ നമുക്ക് 4/3 ഇൻറ്റു 10⁻⁴ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 4/3 ഇൻറ്റു 10⁻⁴ ഇതാണ് നിങ്ങളുടെ ഔട്ട് വർക്കായിട്ട് വരുന്നത്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ 10/3 ഇൻറ്റു 100/30 എന്ന് പറയുമ്പോൾ 10/3 ഇൻറ്റു ഔട്ട്പുട്ട് പവറിനെ ഞാൻ എന്ത് ചെയ്തു 4/3 ഇൻറ്റു 10⁻⁴ എന്ന് എഴുതി. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 40/9 ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം 10⁻⁴ എന്ന് കൊടുത്തേക്കാം. 40/9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 നമുക്കറിയാം ഈ 9 × 4 = 36 ആണ്. 4.44 ഇൻറ്റു 10⁻⁴ കിട്ടും. അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ എഴുതും 44.4 ഇൻറ്റു 10⁻³ എന്ന് എഴുതും. 3 എന്ന് പറയുമ്പോൾ 10⁻³ എന്ന് പറയുമ്പോൾ കിലോ എന്നുള്ള കണക്കാണ് വരിക. അപ്പോൾ നമുക്കിതിനെ എഴുതാം 44.4 കിലോ വാട്ട്സ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്തേക്കാം. സോ ദ റൈറ്റ് ആൻസർ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ വിൽ ബി 44.4. So now this is the next question. A pump can take out 7,200 kilogram of water per hour from a 100-meter deep well. Calculate the power of the pump assuming that its efficiency is 50%. അപ്പോൾ എഫിഷ്യൻസി 50% ആണെങ്കിൽ ടോട്ടൽ ഇൻപുട്ട് പവറിൻ്റെ 50% ഔട്ട്പുട്ട് പവറായിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ആ ഒരു എന്താണ് കൺസെപ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൺസ് അഗെയിൻ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, പി ഔട്ട് ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുത്തേക്കാം, പി ഇൻ എന്ന് എഴുതിയേക്കാം. അങ്ങനെയെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന കൺസെപ്റ്റിനകത്ത് ഇൻറ്റു 100 ആണ് നമ്മുടെ എഫിഷ്യൻസി വരുന്നിരിക്കുന്നത്. 50% എഫിഷ്യൻസി എന്ന് പറയുമ്പം പി ഇൻ ഇസ് ഈക്വൽ ടു പി ഔട്ട് ഓക്കെ ഇൻറ്റു 100 ബൈ എന്താണ് ഈറ്റ എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഔട്ട് ഇൻറ്റു 100 ബൈ ഈറ്റ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, സോ യു ക്യാൻ കട്ട് ദിസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതാണ് കിട്ടുന്നത്, 2 എന്ന് കിട്ടുന്നുണ്ട്. അപ്പം 2 ടൈംസ് ഓഫ് എന്താണ് പി ഔട്ടായിരിക്കും നമ്മുടെ ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്ന പി ഇൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 50% എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, അതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്കുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പി ഔട്ട് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാൽ mgh/t ആണ്.
സോ mgh എന്ന് പറയുമ്പം മാസാണ്. മാസ് അവിടെ തന്നിട്ടുണ്ട് 7200 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10 ആണ്. ഹൈറ്റ് എത്രയാണ്? 100 ആണ്. ഡിവൈഡഡ് ബൈ ടൈം ഇറ്റ്സ് 1 hour. ഓക്കെ, 1 hour ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 ഇൻറ്റു എത്രയാണ്? 60. ഓക്കെ, so you can cancel those two zeros here. Okay, now here you will find 7200 into 10 divided by 36. You can cut this, you will get 2000. Okay, ഇതാണ് നിങ്ങളുടെ ഔട്ട് പവർ. അതിൻ്റെ ഡബിൾ ആണെന്ത് നിങ്ങൾ കൊടുക്കുന്ന ഇത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 into 2000 is equal to 4000 വാട്ട്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കൊടുക്കാം? 4 kilowatts എന്ന് കൊടുക്കാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് 4 kilowatts ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Now this is the last question that we can discuss from this topic. A truck of mass 10,000 kilogram moves up an inclined plane rising 1 in 50 with a speed 36 km/h. The power of the engine. അപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ട്രക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിതേപോലെ ഒരു ഇൻക്ലൈൻ എന്ത് ചെയ്യുന്നു? വലിഞ്ഞു കയറുന്നുണ്ട്. അപ്പോൾ ഈ ഇൻക്ലൈനിൽ വലിഞ്ഞു കയറുന്ന ട്രക്കിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്ക് എങ്കിൽ ട്രക്ക് എന്ത് ചെയ്യുന്നു? ഇൻക്ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? വലിഞ്ഞു കയറുന്നുണ്ട്. ഓക്കെ, സോ ട്രക്ക് ഇൻക്ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? വലിഞ്ഞു കയറുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന ട്രക്കിനെ സംബന്ധിച്ച് ഈ ഹൈറ്റിലേക്ക് എത്തുകയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അതാണ് 1 in 50. അപ്പോൾ റൈസിങ് 1 in 50, അതായത് ഈ ഒരു വഴിയിലൂടെ 50 മീറ്റർ മുന്നോട്ട് പോകുമ്പം ഹൈറ്റായിട്ട് കൂടുന്ന എത്രയാണ്? ഈ പറഞ്ഞ പോലെ 1 മീറ്ററാണ്. അതുകൊണ്ട് 1 in 50 എന്ന് പറയുന്നത് 1 in 50 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? സൈൻ തീറ്റയാണ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 1/50 എന്ന് കൊടുക്കാം. ഓപ്പോസിറ്റ് ബൈ എന്താണ്? ഹൈപ്പട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്തരം ഇൻക്ലൈനിൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഏതായിരുന്നു? mg സൈൻ തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ ചോദ്യം പവർ ആയതുകൊണ്ട് പവർ ഇസ് ഈക്വൽ ടു നിങ്ങളെന്താ പഠിച്ചിരിക്കുന്നത്? ഫോഴ്സ് അല്ലേ ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലേ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് നിങ്ങൾ പവർ പഠിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അവിടെ എത്രയാണ്? mg സൈൻ തീറ്റ ഇൻറ്റു എന്താണ്? വെലോസിറ്റി, കേട്ടോ, ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇവിടെ mg സൈൻ തീറ്റയിൽ മാസ് എന്ന് പറഞ്ഞാൽ 10,000 ആണ്. ഓക്കെ, g എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/50 ആണ്. v എന്ന് പറയുന്നത് 36 km/h ആണ്. v is equal to 36 km/h ആണ്. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പം 36 into 5/18 ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കൊടുക്കാം? 10 meter per second എന്ന് കൊടുക്കാം. ഓക്കെ, 10 meter per second, കാരണം 2 times ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ട് ഇത് നമുക്കെന്ത് ചെയ്യും? 20,000 വാട്ട്സ് ആണ് നമുക്കിവിടെ കിട്ടാൻ പോണത് പവർ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്തായിരിക്കും? കിലോ വാട്ട്സ് ആയിരിക്കും അതിൻ്റെ റൈറ്റ് ആൻസർ, 20 kilowatts. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ.